ഇനി മുതൽ നമ്മൾ കോടീശ്വരന്മാരാണ്, കോടീശ്വരന്മാര്. ഞാൻ എന്തായാലും എന്റെ വണ്ടിയൊക്കെ ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. MG ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങണം. ടൗൺ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി നല്ല അടിപൊളി ഒരു വീട് വെക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. പിന്നെ ലുലു മാളിൽ പറ്റിയാൽ ഒരു ബുട്ടീക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയും ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാം. എനിക്ക് ലോട്ടറി അടിച്ചോ? അത് വല്ല തലക്കെന്താ സുഖമില്ലാണ്ടായിപ്പോയോ? ഇതെന്താ ഈ പറയുന്നത്? വണ്ടി മാറ്റുന്ന കാര്യം, 10 സെന്റ് സ്ഥലം വാങ്ങണ കാര്യം, ബോട്ടിക്ക് തുടങ്ങണ കാര്യമൊക്കെ പറയുന്നത്. എനിക്ക് എവിടുന്ന് പൈസ എടുത്ത് വെച്ചിട്ടാ? ഏകദേശം ഒരു ലോട്ടറി അടിച്ച പോലെ തന്നെയാണ്. അതായത് നമ്മൾ വെറും 100 രൂപ മുടക്കുന്നു. നമ്മൾ എന്നിട്ട് ഈ 100 രൂപ മുടക്കിയ ശേഷം വേറൊരാളെ ചേർത്തുന്നു. അയാള് വേറെ 2 ആൾക്കാരെ ചേർത്തുന്നു. ആ 2 പേര് വേറെ ആളെ ചേർത്തുന്നു. മനസ്സിലായി. ഈ 2 ആൾക്കാര് വേറെ 2 ആൾക്കാരെ ചേർത്തുമ്പോ നീ മുടക്കിയ 100 റുപ്യ നിനക്ക് വരും. പിന്നെ ബാക്കി 2 ആൾക്കാർ അങ്ങനെ രണ്ടാളെ ഇങ്ങനെ ചേർത്തി പോകുമ്പോ അതിന്റെ മേലേക്ക് പൈസ ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ കേറി ഒരു 25ാമത്തെ സ്റ്റേജിലെത്തുമ്പോ ഒരു 2 കോടി റുപ്യ നിന്റെ കയ്യിലേക്ക് വരും. ഇതല്ലേ പറഞ്ഞത്? കറക്റ്റാണ്. ഇത് ഒരു ഒലക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഈ അതാദ്യം മനസ്സിലാക്കണം. ഇതൊന്നും സംഭവിക്കുന്ന കാര്യമില്ല. ഇതൊക്കെ കംപ്ലീറ്റ് തരികട. ഇതുപോലത്തെ എത്ര സാധനത്തിൽ ഞാൻ ചെന്ന് ചാടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നടക്കുമ്പോൾ മാക്സിമം വന്നാൽ നമ്മളെ 100 റുപ്യ കിട്ടും. ചിലപ്പോൾ ഒരു 500 റുപ്യ കിട്ടിയാലായി. അതിൽ കൂടുതലൊന്നും നടക്കില്ല. ഇപ്പൊ ഈ ഒരു 100 റുപ്യ ഒരാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്റെ ചോട ചേർത്താൻ വേണ്ടി ഈ എത്ര മെനക്കെടം എന്ന് വെച്ചിട്ട് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിട്ടലച്ചാൽ എനിക്ക് കിട്ടുന്ന പൈസ എത്രയാ? 100 റുപ്യ. ഇതിന്റെ ഗുണമൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് അവിടുന്ന് വരുന്നുണ്ട്. ഇത് നമ്മളെ കേരളത്തിലുള്ള ടീമുകൾ തന്നെ ഉണ്ടാക്കുന്ന കമ്പനിയാ. ഇങ്ങനെ കുറെ എന്നെ പോലുള്ള കുറെ ആൾക്കാര് ഇങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ കൊടുക്കും. അതല്ല, എന്റെ പേരെന്താ പറഞ്ഞേ? എന്റെ പേരല്ലേ? എന്റെ പേരെന്താ നിങ്ങൾക്ക് ഡൗട്ട്? എന്റെ പേര് അറിയാണ്ടായോ? കണ്ട മഞ്ജുവിന്റെ സിന്ധുവിന്റെ എല്ലാരും പേര് അറിയാലോ, ആർട്ടിസ്റ്റിന്റെ. എന്റെ പേര് വീണ. അതല്ല, ഈ എന്റെ പേര് പറയും. എന്റെ പേര് വീണ. വീണന്നല്ല, വീണു. ഈ അവരെ പ്ലാനില് വീണു. ഒന്നും നടക്കാൻ പോണില്ല. കണക്കൂട്ടി കുത്തിരുന്നു. ഇങ്ങനെ മുകളിൽ കുത്തിരിണ്ട് അവസാനം. അയ്യോ, അപ്പൊ എന്റെ MG കാറും ലുലുമാളിലെ ബുട്ടീക്കും